الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോട് നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മളുടെ ഉടമസ്ഥൻ നമ്മളല്ല, അള്ളാഹുവാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉടമസ്ഥൻ. അവന്റെ സമ്പൂർണമായ നിയന്ത്രണത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എൻ്റെ ശരീരമല്ലേ, എൻ്റെ ജീവിതമല്ലേ, എനിക്ക് എന്തുമായിക്കൂടെ എന്നതാണ് പുതിയ ചിന്താഗതിയെങ്കിലും അല്പാൽപമായിട്ടൊക്കെ ചിലപ്പോൾ നമ്മളെ മനസ്സിലും അങ്ങനെ തോന്നിയേക്കാം. അങ്ങനെ നമുക്ക് പാടില്ല എന്ന്. കാരണം അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട എല്ലാ തീരുമാനങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ്. അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ആ തീരുമാനങ്ങളെ അംഗീകരിക്കാതെ നാം സ്വന്തം തീരുമാനങ്ങൾ നമ്മുടെ ആരോഗ്യത്തിലായാലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും എന്തു കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ എടുക്കുന്നുവെങ്കിൽ ഔ യദ്ലിം നഫ്സ, അവൻ സ്വന്തത്തോട് ദ്രോഹം ചെയ്തു, ആത്മദ്രോഹം ചെയ്തു, അവന്റെ നഫ്സിനെ അവൻ ആക്രമിച്ചു, അവന്റെ ജീവിതത്തിനോട് അവൻ ഉപദ്രവം ചെയ്തു, ദ്രോഹം ചെയ്തു എന്നൊക്കെ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു പദപ്രയോഗത്തിന്റെ പരിധിയിലാണ് അത് വരുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ ഭാരം കുറഞ്ഞതാവും. നമുക്ക് ലളിതമായി, സന്തോഷമായി, നിർഭയത്വത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ഏതു കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളെ പാലിക്കുക എന്നുള്ളതാണ്. ഒരാൾക്ക് സന്തോഷവാനായി ജീവിക്കുവാൻ മിനിമം വേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനം ഫി സിർബിഹി. നാം ജീവിക്കുന്ന നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജനസമൂഹത്തിൽ നമ്മൾ നിർഭയനായിരിക്കുക എന്നുള്ളതാണ്. വല്ല കടക്കാരന് വന്ന് ഭീഷണിപ്പെടുത്തുമോ, വല്ല പലിശക്കാരൻ വന്ന് കോളറിന് പിടിക്കുമോ എന്ന് ഭയപ്പെടാതെ, നാട്ടിൽ ഏതെങ്കിലും വർഗീയവാദികളോ അക്രമികളോ ആരെങ്കിലും നമ്മുടെ ജീവൻ അപകടപ്പെടുത്തുമോ എന്ന് ചിന്തിക്കാതെ, വീട്ടിൽ നിർഭയത്വത്തോടുകൂടെ കിടന്നുറങ്ങാൻ, നാട്ടിൽ നിർഭയത്വത്തോടുകൂടെ പുറത്തിറങ്ങാൻ ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ടെങ്കിൽ
ജീവിതത്തിന്റെ വലിയൊരു സൗഭാഗ്യം നമ്മൾ കരസ്ഥമാക്കി കഴിഞ്ഞു എന്നാണ്. മുആഫൻ ഫി ജസദിഹി, സ്വന്തം ആരോഗ്യത്തിൽ ഒരു ആഫിയത്ത്, സമ്പൂർണമായൊരു സൗഖ്യമൊന്നും മനുഷ്യന് ഈ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് ഈ ഒരു ജീവിതത്തിന്റെ എന്നാലും വലിയ അസഹനീയമായ വേദനകളൊന്നുമില്ലാതെ, വിഷമങ്ങളൊന്നുമില്ലാതെ, അല്പം മരുന്ന് കുടിച്ചും ചികിത്സിച്ചുമൊക്കെ ജീവിതം സമാധാനമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാരോഗ്യസ്ഥിതി ഉണ്ടാവുക. അതേപോലെ തന്നെ ഇന്ദഹു ഖൂത്ത് യൗമിഹി, ഒരു ദിവസത്തിന് ആവശ്യമായി ഇന്ന് പട്ടിണി കിടക്കാതെ മറ്റൊരുത്തന്റെ മുന്നിൽ കൈനീട്ടാതെ ഉണ്ണാൻ, ഭക്ഷണം കഴിക്കാൻ ഒരു അവസ്ഥയുമുണ്ടെങ്കിൽ അവൻ ഇഹലോകം നേടി. ദുനിയാവിൽ എനിക്കിനി നേടാനുണ്ടല്ലോ, എനിക്കില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട യാതൊരു കാര്യമില്ല. അവൻ സൗഭാഗ്യവാനായി സന്തോഷവാനായി ജീവിക്കാൻ പറ്റുമെന്നാണ് ഒരു കവി പറഞ്ഞു. ഇദാമാ കസാകല്ലാഹു സിർബാല സിഹത്തിൻ, നിനക്ക് ആരോഗ്യത്തിന്റെ ഒരു വസ്ത്രം നിനക്ക് അല്ല തന്നു, ആരോഗ്യത്തിന്റെ ഒരു വസ്ത്രം നിനക്ക് അല്ലാഹു തന്നു. വലം തഹ്ലു മിൻ ഖൂത്തിൻ യഹില്ലു വയഅ്ദു, നല്ലൊരു ഭക്ഷണം, ഹലാലായ ഭക്ഷണം, രുചിയുള്ള ഭക്ഷണം, അതൊക്കെ കഴിക്കാനുള്ള ഒരു അവസരം അത് നിന്നിൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, അത് നിനക്കുണ്ട്. എങ്കിൽ കുറച്ചൊക്കെ ജീവിതത്തിൽ ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരെങ്ങനെ നോക്കി വെറുതെ ഇടങ്ങേറാകാൻ നിൽക്കണ്ട, പോലെ അങ്ങനെ ജീവിച്ചോട്ടെ. കാലം കൊടുത്തതൊക്കെ കാലം തന്നെ വാങ്ങിക്കൊള്ളുന്നു. അള്ളാഹു കൊടുത്ത കാര്യങ്ങളുണ്ടല്ലോ, ആ കൊടുത്ത സംഗതികളൊക്കെ അവർക്കുണ്ടാവാം, ഇല്ലാതാവാം, അതൊക്കെ ജീവിതത്തിന്റെ ഒരു പ്രക്രിയയാണ്. നിനക്ക് കിട്ടിയതിൽ സംതൃപ്തനായി സന്തോഷവാനായി നീ ജീവിച്ചു കൊള്ളുക എന്നാണ്. സുഹൃത്തുക്കളെ, ഇതൊക്കെ നമുക്കില്ലേ? കിടന്നുറങ്ങാനൊരു വീടും അത്യാവശ്യം ഒരു ഭക്ഷണമൊക്കെ നമുക്കില്ല. എന്നിട്ട് എന്തിനാ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് ജീവിതത്തിന്റെ സന്തോഷത്തെയും സൗഭാഗ്യത്തെയും ഒക്കെ കളയുന്നതിന് എന്തിനാണ്? ഒരു കാരണം പിശുക്കാണ്, ചെലവഴിക്കുവാനുള്ള പിശുക്ക്. അതുകൊണ്ട് എന്താ വെച്ചാൽ, പിശുക്കുള്ള ആളെന്താ വെച്ചാൽ, ഇത് സാധാരണഗതിയിൽ ഒരു ഗതിയില്ലാത്തവൻ അവൻ ഭക്ഷണം കഴിക്കേണ്ട മര്യാദക്ക് അവൻ സമാധാനത്തോടെ ഉറങ്ങുന്നുണ്ട്. പണമുള്ളവൻ അവന്റെ പിശുക്കും അവന്റെ മനസ്സിന്റെ സമ്പത്തിനോടുള്ള സ്നേഹവും കൊണ്ട് അവനൊരു പക്ഷെ ഒരു സാധാരണക്കാരൻ കഴിക്കുന്നത് പോലെ പോലും വാങ്ങിക്കഴിക്കാൻ അവന് സാധിക്കില്ല. അപ്പൊ ഉണ്ടായാലും സമാധാനം ഉണ്ടാവില്ല. ഒരു ദിവസത്തെ ഭക്ഷണം ഇല്ലാത്തവനെ പോലെയാണ്. ഒരു തലമുറക്ക് ജീവിക്കാനുള്ള ഭക്ഷണം കയ്യിൽ ഉണ്ടായിട്ടും ഒരു ദിവസത്തെ ഭക്ഷണം ഇല്ലാത്തവനെ പോലെ അവൻ ജീവിക്കുന്നു. അതെന്താ? അത് മാനസികാവസ്ഥയാണ്, മനസ്സിന്റെ അവസ്ഥ കൊണ്ടാണ്. അതല്ലെങ്കിൽ തിരക്കാണ് സുഹൃത്ത്. തിരക്കൊണ്ട് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാർ, തിരക്ക് കൊണ്ട് അവൻ എല്ലാവരും കഴിക്കുന്ന പോലെ ഒരു ശാന്തമായി സമയത്ത് വയറ്റിൽ അൾസർ വരാതെ സമയത്തും നേരത്തും ഒന്ന് ഭക്ഷണം കഴിക്കാൻ ഉള്ള ഒരവസ്ഥ അവന്റെ ജീവിത തിരക്ക് കൊണ്ടില്ല. എന്തിനാണ് ഈ തിരക്ക് സുഹൃത്തുക്കളെ? ഇതിനാണ് സമാധാനത്തോടെ കിടന്നുറങ്ങാനും ഒരു നേരത്തെ അന്നം നടന്നു പോകാനും ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടാവാനും വേണ്ടിയാണ് ഈ ഓടിക്കതച്ച് വാങ്ങിക്കൊണ്ടുവന്ന് ജീവിതത്തിൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഒക്കെ നടന്നോട്ടെ, അതൊക്കെ അതിൻ്റെതായ ആൾക്കാരെ ഏൽപ്പിച്ചു കൊടുത്ത് ഒക്കെ നടക്കട്ടെ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ബാലൻസ് ചെയ്ത് പോകണം. എല്ലാം അത്യാവശ്യം ദീന്റെ കാര്യങ്ങൾ കൊണ്ടെടുക്കാൻ നേരം വേണം. അത്യാവശ്യം നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാനും ഒരു വ്യായാമം ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സമയം വേണം. ഉറങ്ങാനൊരു സമയം വേണം. ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെയും അബൂദർദാഇനെയും സുഹൃത്തുക്കളാക്കി. അപ്പൊ സുഹൃത്തുക്കളായി കഴിഞ്ഞപ്പോൾ അവരെപ്പോഴും കാണും, എപ്പോഴും വർത്താനം പറയും, പരസ്പരം വീടുകളൊക്കെ അവരെന്ത് ചെയ്യും, സന്ദർശിക്കും. അങ്ങനെ ഫസാറ സൽമാൻ അബൂദർദാ, ഒരു ദിവസം അബൂദർദാഇനെ കാണാൻ വേണ്ടി സൽമാൻ റളിയല്ലാഹു അൻഹു ചെന്നു. ഫറആ ഉമ്മ ദർദാ മുതബദ്ദില, അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ തീരെ ഒരു കുളിക്കും വൃത്തിയാക്കും ഒന്നും ചെയ്യാതെ ആകെ ഒരു ദുനിയാവ് മടുത്ത കോലത്തിൽ അയാളുടെ ഭാര്യയെ അദ്ദേഹം അവിടെ കണ്ടു, ഉമ്മു ദർദാഇനെ കണ്ടു. അപ്പൊ ചോദിച്ചു, മശകനുക്ക് മുത്തബദ്ദില, എന്തപ്പോ ഈ കോലത്തില് ദുനിയാവൊക്കെ പറ്റ മടുത്തോ, ആകെ ഒന്നും വേണ്ടാത്ത മാതിരിയാണല്ലോ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, നിന്റെ സഹോദരൻ അബൂദർദാ ഉണ്ടല്ലോ, ഓൻ ഈ അദ്ദേഹത്തിന് ഈ ദുനിയാവ് തന്നെ വേണ്ട, അദ്ദേഹത്തിന് ഈ ദുനിയാവിനോടൊരു താല്പര്യവുമില്ല എന്നാണ്. അത് കഴിഞ്ഞ് ഫലമ്മ അബൂദർദാ ഖറബ ഇലൈഹി തുആമൻ, അങ്ങനെ അതിഥി വന്നതല്ലേ, ഭക്ഷണം കൊടുന്നു വെച്ചു. അബൂദർദാവിന്റെ വീട്ടിൽ ഭക്ഷണം കൊടുന്നു വെച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. ആരോട്? അതിഥിയായ സൽമാനോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല. അപ്പൊ ഇന്നി സ്വാഹിം, എനിക്ക് നോമ്പാണെന്ന് പറഞ്ഞു. വീട്ടുകാരനായ അബൂദർദാഇന്, ഈ ഭാര്യനെ ശ്രദ്ധിക്കാത്ത അബൂദർദാഇന് നോമ്പാണെന്ന് പറഞ്ഞു.
അവർ മാ അന ബിആകിലിൻ ഹത്താ തഅകുല, നീ തിന്നുന്നത് വരെ ഞാൻ തിന്നൂലാന്ന്. വീട്ടുകാരനായ അബൂദർദ, താങ്കൾ ഭക്ഷണം കഴിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ലെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ്. അങ്ങനെ പിന്നെ രാത്രിയായി. അങ്ങനെ അദ്ദേഹം നോമ്പ് മുറിച്ചു ഭക്ഷണം കഴിച്ചു. രാത്രിയായി. ഫലമ്മ കാന ലൈൽ ദഹബ അബൂദർദ ലിയഖൂം, രാത്രി അങ്ങനെ തുടങ്ങാൻ ആരംഭിച്ചപ്പോൾ അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി നീച്ചു. അപ്പൊ കാലഹു സൽമാൻ പറഞ്ഞു നം, ഉറങ്ങണം. അങ്ങനെ രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ നാം അദ്ദേഹം ഉറങ്ങി. തുമ്മ ദഹബ യഖൂം, പിന്നെ എന്ത് ചെയ്തു, രാത്രി കുറെ വൈകി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹത്തെ വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു, അദ്ദേഹം നമസ്കരിച്ചു. അങ്ങനെ പ്രഭാതമാകുന്നവരെ അദ്ദേഹം നിസ്കരിച്ചു. എന്നിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹു അബൂദർദാഇനെ ഉപദേശിച്ചു, ഇന്നലി നഫ്സിക അലൈക ഹഖ, നിനക്ക് നിന്റെ ശരീരത്തോടൊരു കടമുണ്ട്. ഈ ഉറക്കം കൊയ്ക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ദ്രോഹം, ശരീരത്തോട് ചെയ്യുന്ന ദ്രോഹം ചെറുതല്ല സുഹൃത്ത്, എപ്പോഴെങ്കിലും ചെയ്യണതല്ല പറഞ്ഞു. അള്ളാഹു ഇന്ന് ചെയ്ത മുഴുവൻ അധ്വാനവും എല്ലാം അവസാനിപ്പിക്കാനും വിശ്രമിക്കാനും ഒരു രാത്രി കൊണ്ട് പറ്റും. അതാ അള്ളാഹിന്റെ സംവിധാനം. വജഅൽനാ നൗമക്കും സുബാത്താണ്. അള്ളാഹ് ഇന്നത്തെ പകൽ എന്തൊക്കെ ടെൻഷനും എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ഇന്നത്തെ ഒരു ഉറക്കം കൊണ്ട് തീരുന്നതാണ്. ആ ഉറക്കം ഒഴിവാക്കി നിസ്കരിക്കണ്ടെന്നാ പറഞ്ഞു. എന്നാ രാത്രി നിസ്കരിക്കേണ്ടതില്ല, രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് നിസ്കരിക്കേണ്ട ആവശ്യമില്ലാന്ന്. എത്രയോ പെൺജീവിതങ്ങൾ അനാഥമാക്കിയ ആൾക്കാരുണ്ട്. കല്യാണം കഴിച്ച അവളെ പെരി കൊണ്ടയാക്കിയിട്ട് വീട്ടിൽ കൊണ്ടയാക്കിയിട്ട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്ത, ആരോടും സങ്കടം പറയാനില്ലാത്ത, ഒരു പരിഗണനയും ജീവിതത്തിൽ ഇല്ലാതെ കരഞ്ഞു തീർക്കുന്ന എത്രയോ ആളുകൾ. ഭാര്യയോടൊരു കടമയില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതാ പറഞ്ഞ എല്ലാം നടക്കണം. വ്യവസായം നടക്കണം, കച്ചവടം നടക്കണം, നല്ല പണം ഉണ്ടാവണം. അപ്പോഴല്ലേ നമുക്ക് സംഭാവന കൊടുക്കാൻ പറ്റുള്ളൂ. അതിലൊന്നും സർക്കല്ല. എല്ലാം നടക്കണം. രാഷ്ട്രീയം വേണം, ജീവിതം വേണം. പക്ഷെ എല്ലാം ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റൊന്നില്ലാതെ ആയിക്കൂടാന്നാണ്. അതുകൊണ്ടാണ് ഒന്നിച്ച് പറഞ്ഞത്, നിന്റെ റബ്ബിനോട് നിനക്ക് കടമുണ്ട്, ബാങ്ക് കൊടുത്ത പള്ളിക്ക് പോകണം. ഒരതിഥി വന്നാൽ എനിക്ക് നോമ്പറിഞ്ഞിരിക്കല്ല. ഒരതിഥി വരുമ്പോൾ ആ അതിഥിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം, അവനെ സൽക്കരിക്കണം. എന്നിട്ട് പറഞ്ഞു വഇന്നലി അഹ്ലിക അലൈക ഹഖ, നിന്റെ കുടുംബത്തോട് നിനക്ക് കടമയുണ്ട്. ഫഅതി കുല്ലദി ഹഖിൻ ഹഖഹു, എല്ലാവർക്കും അവിടെ കടമ കൊടുക്കണം. ഒരാളെ കടമ കൊടുക്കാൻ വേണ്ടി ബാക്കിയുള്ള ഒരാളുടെ കടമ ഇല്ലാതാക്കരുത് എന്നാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റസൂലിന്റെ അടുക്ക് ചെന്നു. എന്നിട്ട് ഈ ഉണ്ടായ സംഭവമൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഫദക്കറാദാലിക്, അത് രണ്ടുപേരും പറഞ്ഞു. ഫഖാലഹു സദഖ സൽമാൻ സത്യം ചെയ്തു, അല്ലെങ്കിൽ സത്യം പ്രവർത്തിച്ചു, പറഞ്ഞത് ശരിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുത്തു. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ പ്രായമായ ഒരു സഹോദരി, അവര് നാടൊക്കെ വിട്ടിട്ട് തൊഴിലിന് വേണ്ടി താമസിക്കാം, കുറേ വിദൂരങ്ങളിൽ നിന്ന് വന്ന് താമസിക്കാം. അപ്പൊ അവർക്ക് മക്കളുണ്ട്, അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥരാണ്, നല്ല വരുമാനവും ശമ്പളമൊക്കെ ഉള്ള ആൾക്കാരാണ്, എല്ലാ സാഹചര്യങ്ങളുണ്ട്. പിന്നെ എന്തിനാണ് ഏതോ ഒരാളുടെ വരാന്തയിൽ ഒരു കട്ടിലിട്ട് കടന്നുറങ്ങി സമയത്ത് ഭക്ഷണം കഴിക്കാതെ അവിടെ പടങ്ങളിലൊക്കെ പോയി ഒരു നിലക്കും നമുക്ക് യോജിക്കാത്ത ജോലികൾ ചെയ്ത് എന്തിനാ കഷ്ടപ്പെടുന്നത്? അതിലാണ് അവരുടെ ജീവിതം. ആലോചിച്ച് നോക്കും നിങ്ങൾ. ജീവിതത്തിൽ ഉള്ളത് അനുഭവിക്കാനും ഉള്ളത് ആസ്വദിക്കാനും സന്ദർഭങ്ങൾ കാണാത്ത എത്ര മനോഹരമാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാലിൽ പറയുന്ന ഈ വചനങ്ങൾ. യാ ബനി ആദം, ഓ ആദം സന്തതികളെ, മനുഷ്യരെ, അള്ളാഹ് നമ്മളെ വിളിക്കാണ്. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, എല്ലാ നമസ്കാര വേളകളിലും നിങ്ങൾ വളരെ മനോഹരമായ വസ്ത്രം ധരിക്കുക. പുതിയാപ്പള പോണ പോലെയായിരുന്നു. അത്ര മനോഹരമായ അത്രയും മനോഹരമായ വസ്ത്രവും ധരിച്ചിട്ടാണ് പള്ളിക്ക് വന്നത്. നല്ല വസ്ത്രം ധരിക്കുമ്പോൾ വലിയ സന്തോഷമില്ല സുഹൃത്ത്, അത് ആസ്വദിക്കണം എന്നാണ് ഈ പറയണത് ഖുർആൻ പറഞ്ഞത്. നല്ല വസ്ത്രം ധരിച്ച് അതിന്റെ മാനസികവും ശാരീരികവുമായ സന്തോഷം അനുഭവിക്കണമെന്നാണ്. ഏറ്റവും നല്ല ഡ്രസ്സ് ധരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പള്ളിക്ക് പോകുന്നത്. അല്ല, എല്ലാ സന്ദർഭത്തിലും. വകുലൂ വശ്റബൂ, നിങ്ങൾ തിന്നണം കുടിക്കണം. ഇതൊക്കെ മനുഷ്യൻ നിർബന്ധമായും ചെയ്യണ കാര്യമല്ലേ. പിന്നെന്തിനാ സുഹൃത്തുക്കൾ അള്ളാഹു നിർദ്ദേശിക്കുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നത് നമ്മൾ ആലോചിച്ചും ചിന്തിച്ചും പ്ലാൻ ചെയ്തും സമയം നിശ്ചയിച്ചും മെനു നിശ്ചയിച്ചും നമ്മുടെ വരുമാനം പരിഗണിച്ചും ഒക്കെ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. മര്യാദക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന മക്കൾക്ക് ഒരു ഭക്ഷണ സംസ്കാരം ഉണ്ടാക്കി കൊടുക്കുന്നിടത്ത് ഇന്നത്തെ പുതിയ തലമുറയിലെ പിതാക്കന്മാർ പരാജയമാണ്. കുട്ടികൾ എന്ത് തിന്നണം, എന്ത് തിന്നുകൂടാ, എന്ത് കഴിക്കണം,
അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കി കൊടുക്കണ്ടേ നമ്മളെ മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ? അങ്ങനൊന്നും നമ്മൾ ആലോചിക്കുന്നേ. ഭക്ഷണം കഴിക്കണം, കുടിക്കണം, തിന്നണം. വലാ തുസ്രിഫു, നിങ്ങൾ അമിതത്വം കാണിക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അള്ളാഹു അമിതത്വം കാണിക്കുന്നവനെ ഇഷ്ടപ്പെടുന്നില്ല. വസ്ത്രം പ്രധാനമാണ്. 2 തരം വസ്ത്രങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പറയുന്നുണ്ട്, കാല ഫീഹാ തഹ്യൗൻ വഫീഹാ തമൂതൂന വമിൻഹാ തുഖ്റജൂൻ. ഭൂമി പൊയ്ക്കോളി, നിങ്ങൾക്ക് അവിടെ ജീവിക്കാം, നിങ്ങൾക്ക് അവിടെ മരിക്കാം, ആ ഭൂമിയിൽ തന്നെ നിങ്ങൾ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യും. അടുത്ത ആയത്ത് എന്താ അറിയോ? യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ. നിങ്ങൾക്ക് നഗ്നത മറക്കാനുള്ള വസ്ത്രവും അലങ്കാര വസ്ത്രങ്ങളും നാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാണ്. വലിബാസു തഖ്വ ദാലിക ഖൈർ. നല്ല കുപ്പായമിട്ടത് കൊണ്ട് മാന്യനാവോ സുഹൃത്തുക്കളെ? മാന്യമായ ജീവിതമില്ലാത്തവൻ മാന്യതയുടെ വസ്ത്രം ധരിച്ചത് കൊണ്ട് എന്തു കാര്യം? ആ മാന്യമായ വസ്ത്രം, മാന്യതയില്ലാത്ത ജീവിതത്തിൽ മാന്യമായ വസ്ത്രം അവൻ അപമാനമാണ്. എന്താ ഈ കുപ്പായക്കെട്ട് നടന്നിട്ട് എന്നേ ചോദിക്കുള്ളൂ. അതുകൊണ്ട് ഏറ്റവും നല്ല വസ്ത്രം ലിബാസു തഖ്വ ദാലിക ഖൈർ. ആ സൂക്ഷ്മതയുടെ വസ്ത്രം, തഖ്വയുടെ വസ്ത്രം, അതാണ് ഏറ്റവും നല്ല വസ്ത്രം എന്നാണ്. അപ്പോൾ വസ്ത്രം വേണം. വസ്ത്രം എന്തിനാണ്? നമ്മുടെ നഗ്നത നടക്കാനാണ്. ട്രൗസർ ഇട്ട ചില ആൾക്കാർ നടക്കുന്നത്. എന്താ സുഹൃത്തുക്കളെ, അതൊരു സംസ്കാരമായി പരസ്യമായ അങ്ങാടിയിലൂടെ വെഹിക്കലും കാര്യങ്ങളും ഒക്കെ. നമ്മുടെ തുടമറയാത്ത വസ്ത്രം, അതിനെന്തെങ്കിലും ഇസ്ലാമികമായ ന്യായമുണ്ട്? മുട്ടിന് താഴെ ഇറങ്ങാത്തൊരു വസ്ത്രം പുരുഷന് ധരിക്കാൻ പറ്റൂല. ആണാകുമ്പോൾ എന്തും ധരിക്കാതെ ആണാവും. ഇസ്ലാമിലൊരു വസ്ത്ര സംസ്കാരം. നാടെത്ര മാറിയാലും ഒരു മുസ്ലിം തന്റെ സംസ്കാരത്തിൽ നിന്ന് മാറൂല. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. നമുക്ക് നിശ്ചയിച്ച ചില അടിസ്ഥാന നിയമങ്ങളുണ്ട്. അതിനെ മാറ്റാൻ കാലത്തിനോ സമയത്തിനോ പരിഷ്കാരങ്ങൾക്കോ ഒന്നും പറ്റൂല. നമുക്ക് അങ്ങനത്തെ ധരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളാരും 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം നാമധേയം കാത്തു സൂക്ഷിക്കുന്ന നമ്മളാരും ട്രൗസറിട്ട് നടക്കാൻ പാടില്ല. മുട്ടിന് താഴെയുള്ള വസ്ത്രം മുട്ടുവരെ മറയാന്നുള്ളത് തൊട ഔറത്താണ്. ഒരു പുരുഷന്റെ ഔറത്തായി പഠിപ്പിക്കപ്പെടുന്ന ഭാഗമാണ് ആ ഭാഗം തന്നെ. അത് മറയ്ക്കുക എന്നുള്ളത് വസ്ത്രം അതിനു വേണ്ടിയാണ് അള്ളാഹു ഇറക്കി തന്നത്. അതോടൊപ്പം തന്നെ അലങ്കാരത്തിന്റെ വസ്ത്രങ്ങളെയും നിങ്ങൾ സ്വീകരിക്കാനാണ്. അപ്പൊ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാൻ പറ്റും, കുലു വഷ്റബ് പറഞ്ഞ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് തെറ്റാണ്. ഭക്ഷണം കഴിക്കണം. ഒരു മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാതെ ഒരാൾ രോഗിയായി അപകടത്തിൽ തന്റെ ജീവിതം അപകടപ്പെടുത്തുന്നുവെങ്കിൽ അതും ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമാകുന്നു എന്നാ പറയുന്നത്. കഴിക്കുമ്പോൾ എന്ത് കഴിക്കണം? യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ. ഹലാലുമാകണം, ത്വയ്യിബാകണം. അപ്പൊ അനുവദനീയമായതൊക്കെ കഴിക്കാൻ പറ്റില്ല സുഹൃത്തുക്കൾ. ത്വയ്യിബാകണം. നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാകരുത്. മനസ്സിലായി? ഇന്നിപ്പോ എങ്ങനെയാ നിങ്ങൾ ആ ഭക്ഷണ സംസ്കാരം വന്നു എന്ന് നമ്മൾ അങ്ങാടിക്ക് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ കുട്ടികളുടെ കൂടെ പോകാൻ പറ്റുന്ന, പുറത്തിറങ്ങി എന്തെങ്കിലും ഭക്ഷണം, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ അതൊക്കെ ശീലങ്ങളായി വരും. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഭക്ഷണം കുട്ടിക്ക് കൊടുത്താൽ അത് കുട്ടി കഴിക്കാത്ത മാനസികാവസ്ഥയിലേക്ക് ഭക്ഷണ സംസ്കാരത്തെ മാറ്റിക്കൊണ്ടുവരുന്നത് നല്ലതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. നിങ്ങൾ അള്ളാഹു തന്ന ഹലാലും തൊയ്യും. പിന്നെ വലാ തുസ്രിഫു, നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. അതൊരു മര്യാദയാണ്. ഭക്ഷണത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു മര്യാദ. എന്താണ് ദുർവ്യയം ചെയ്യാന്ന് പറഞ്ഞാൽ? എന്താ സുഹൃത്തുക്കൾ, ദുർവ്യയം ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് കണക്കിലേറെ തിന്നുക എന്നുള്ളതാണ്. ഭക്ഷണം നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് അമിതമായി കഴിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വയറിന്റെ 1/3 ഒരു ഭക്ഷണ സംസ്കാരത്തെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറെ തിന്നാൻ നമുക്ക് അനുമതിയില്ല. ഭക്ഷണമാകുന്നത് കൊണ്ടാവാമെന്ന് പറയുന്നത് അള്ളാഹുവാണ് അതൊക്കെ തീരുമാനിച്ചു തരുന്ന ആൾ. ആ തീരുമാനത്തെ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണമെന്നാണ്. ആവശ്യത്തിൽ ഇസ്രാഫ് ഇമ്മാ അൻ യകൂന ബിസിയാദ അലൽ ഖദ്രിൽ കാഫി, മതിയാകുന്നതിന് അപ്പുറത്തേക്ക് കഴിക്കുക. പിന്നെ മറ്റൊന്നെന്താണ്? അൽ മഅ്കൂലാത്തുല്ലത്തി യളുറു ബിൽ ജിസ്മ, ഒക്കെ തഫ്സീറിലുള്ളതാണ് സുഹൃത്തുക്കളെ. ശരീരത്തിന് ദോഷം വരുന്നത് കഴിക്കുന്നതും ഇസ്രാഫാണ്, ദുർവ്യയമാണ്. നമ്മുടെ ശരീരത്തിന് ദോഷം വരുന്ന ഒരു സാധനം, ഒരു പാനീയമാകട്ടെ ഒരു ഭക്ഷണമാകട്ടെ കഴിക്കാൻ പറ്റില്ല എന്നാണ്. മറ്റൊന്ന് ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തറഫു, അതായത് ആർഭാടം. മനസ്സിലായി? ഭക്ഷണം കൊടുക്കുന്ന കല്യാണങ്ങളും സൽക്കാരങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഭക്ഷണം, ആളുകൾ കഴിക്കാനുള്ള ഭക്ഷണം എന്നതിലുപരി അവിടെ പരിഗണിക്കുന്നത് എന്താണ്? നമ്മളത് മോശമാവാൻ പറ്റില്ല. നമ്മുടെ പണവും നമ്മുടെ ആർഭാടവും ആഡംബരവും കാണിക്കുവാൻ വേണ്ടി അള്ളാഹു അനുവദിച്ച ഭക്ഷണങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതും നിഷിദ്ധമായ കാര്യമാകുന്നു എന്നാണ്. എന്നിട്ട് എന്താ സുഹൃത്തുക്കൾ ഇതിന്റെ
പരിണിതി? എന്താ ഒരാൾ ദുർവ്യയം ചെയ്താൽ, അമിതമായി ഭക്ഷണം കഴിച്ചാൽ എന്താ, ഹലാലല്ലാത്തത് തിന്നാൽ എന്താ, ആർഭാടത്തിന് വേണ്ടി ഭക്ഷണം കൊണ്ട് ആഘോഷം നടത്തിയാൽ എന്താ? ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അള്ളാഹു അമിതത്വം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹ്ക്ക് ഇഷ്ടല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടം നഷ്ടപ്പെട്ടു പോയാൽ ചിലപ്പോൾ ഭക്ഷണം മുന്നിൽ വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും, ചിലപ്പോൾ പൈപ്പിട്ട് കഴിക്കേണ്ടി വരും. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ഭക്ഷണം കഴിക്കുന്നവൻ അള്ളാഹു സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ സുലഭമായി തന്നിട്ട് അതിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാതിരുന്നാൽ അതിന്റെ അപകടങ്ങളെ താൻ സ്വയം അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവിന് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഭക്ഷണം കഴിക്കാൻ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചു ജീവിക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ അനുവാദമുള്ളൂ എന്നാണ്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ഒരാൾക്ക് ഇവിടുത്തെ ഭക്ഷണം കഴിക്കാം, പക്ഷെ ഭക്ഷണം കഴിക്കാൻ യഥാർത്ഥത്തിൽ അനുവാദമില്ല. അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിച്ച് ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ടാണ് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലൻ യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലൂ അലല്ലാഹി മാ ലാ തഅലമൂൻ. ഖുൽ, നബിയെ പറയൂ, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ്, ഫാഹിഷത്തായ മോശമായ കാര്യങ്ങൾ അള്ളാഹു വിരോധിച്ചിട്ടുണ്ട്. അത് പ്രധാനമാണ് സുഹൃത്ത്. നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥതയും സമാധാനവും കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും പ്രധാനമാണ് ഫവാഹിഷ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന മുഖ്യം വ്യഭിചാരമാണ്, അവിഹിത ബന്ധങ്ങളാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ സ്വസ്ഥതയും സമാധാനവും കളയുന്നൊരു കാര്യമാണ് അത്തരം ഫവാഹിഷ്. മാ ലഹറ മിൻഹാ വമാ ബതൻ, അതിൽ പ്രത്യക്ഷമായതും പരസ്യമായതും രഹസ്യമായതും പരസ്യമായതും ഹൃദയം കൊണ്ടുള്ളതും ശരീരം കൊണ്ടുള്ളതും ഹൃദയം കൊണ്ടുള്ളതും ശരീരം കൊണ്ടുള്ളതും വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലൻ യുനസ്സിൽ ബിഹി സുൽത്താന, അല്ലാഹു യാതൊരു പ്രമാണവും ഇറക്കിയിട്ടില്ലാത്ത ശിർക്ക് ചെയ്യാൻ പാടില്ല. ഏറ്റവും ഗുരുതരമായ തെറ്റാണ് ശിർക്ക് ചെയ്യാതെ. അതേപോലെ തന്നെ വഅൻ തഖൂലൂ അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിന്റെ മേൽ അവൻ അറിയാത്ത പറയാന്ന് പറഞ്ഞാൽ അള്ളാന്റെ ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ ദീനായി കൊണ്ടടക്കുകയും ദീനായി പറയുകയും ചെയ്യുക എന്നുള്ളതും ഗുരുതരമായ തെറ്റായി അള്ളാഹു ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു. അപ്പൊ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകളെയും പരിധികളെയും പാലിച്ച് നമ്മുടെ കടമകളെയും കർത്തവ്യങ്ങളെയും സമ്പൂർണമായി നിർവഹിച്ച് സമാധാനത്തോടെ ജീവിക്കാം. അങ്ങനെ നമ്മൾ ജീവിക്കണം എന്നാണ് അള്ളാഹു താല്പര്യപ്പെടുന്നത്. വെറുതെ ടെൻഷൻ അടിച്ച് എല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിൽ. എന്താ അറിയും, നമ്മൾ എന്ത് ചെയ്യുന്നു ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ച് ഒരു ടെൻഷൻ മനുഷ്യനുണ്ടാവും, ഒരു പിരിമുറുക്കം, നമ്മുടെ ജോലിക്ക് അനുസരിച്ചൊരു പിരിമുറുക്കം, നമ്മുടെ അധ്വാനങ്ങൾക്ക് ആ പിരിമുറുക്കങ്ങൾ ഉണ്ടാകും. അതിനെ ലഘൂകരിക്കാൻ വേണ്ടതും അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യണം. രാവിലെ കുറച്ചേരം ഒന്നൊരു മൂന്നോ നാലോ പേജ് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് നമ്മൾ ഇറങ്ങുക, മനസ്സമാധാനം കിട്ടും. രാവിലെ നമ്മൾ വ്യായാമത്തിനൊക്കെ ഇറങ്ങുമ്പോൾ രാവിലത്തെ അദ്കാറുകളൊന്ന് ചൊല്ലി തീർക്കുക. സുഹൃത്തുക്കൾ, നിഷിദ്ധമായ ഇന്ന് പരമാവധി ജീവിതത്തെ വിട്ടു നിർത്താം. അപ്പോൾ ഒരു ആസ്വാദനമുള്ളൊരു ജീവിതം ഈ ദുനിയാവിൽ നമുക്ക് സാധ്യമാകും. അള്ളാഹുവിന്റെ നിയമാതിർത്തികളെ പാലിച്ചുകൊണ്ട് ശരിയായ വിശ്വാസികളായി സ്വസ്ഥതയും സമാധാനവുമുള്ളവരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുക. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താൻ. സഹോദരങ്ങളെ, എന്തെങ്കിലും പുതിയ വാർത്തകളോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോഴേക്കും എല്ലാ ഇസ്ലാമിക മര്യാദകളും ചിട്ടകളും പാലിക്കുന്നവരെയൊക്കെ തീവ്രവാദികളാക്കാനും അതേപോലെ തന്നെ ഇസ്ലാമിക ചിഹ്നങ്ങളെ തീവ്രതയുടെ അടയാളങ്ങളായി ചിത്രീകരിക്കാനും പലപ്പോഴും ഉള്ള ശ്രമങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒരാൾ താടി വെച്ചാൽ, അല്ലെങ്കിൽ മീശ ചെറുതാക്കിയാൽ, അല്ലെങ്കിൽ വസ്ത്രം നെരിയാണിക്ക് വേറെ ഉടുത്താൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ മഫ്ത ഇട്ടാൽ, അല്ലെങ്കിൽ പർദ്ദ ധരിച്ചാൽ, അതൊക്കെ അതിനെന്താ ഒരു കാരണം പറയണത്? ഏതെങ്കിലും വല്ല തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് മുസ്ലിം പേരുണ്ടെങ്കിൽ മുസ്ലിം പേരുള്ളവരെല്ലാം തീവ്രവാദികളാകും. അവർ താടി വെച്ചാൽ താടി വെച്ചവനൊക്കെ തീവ്രവാദിയാകും. ഒരു ലോജിക്കുമില്ലാത്ത, ഒരു യുക്തിയുമില്ലാത്ത ഒരു പ്രചാരണമല്ലേ സുഹൃത്തുക്കളെ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനങ്ങളും രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്ന എത്രയോ പല വ്യത്യസ്തങ്ങളായ മതത്തിന്റെയും വിശ്വാസക്കാരൊക്കെ. അങ്ങനെയാണെങ്കിൽ അവിടെ മതചിഹ്നങ്ങളും അങ്ങനെ ആവേണ്ട. അതാവാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതാവരുതേ എന്ന് നമുക്ക് നിർബന്ധം.
അത്തരം പ്രചാരണങ്ങൾക്ക് ഒരിക്കലും ഒരു മുസ്ലിം അതിൽ പങ്കുവഹിക്കാറില്ല. കാരണം ആരാണോ തെറ്റ് ചെയ്തത് അവനാണ് അതിൻ്റെ ഉത്തരവാദി. അതിന് അവൻ്റെ മതത്തിനോ അവൻ്റെ വിശ്വാസത്തിനോ ഒന്നും ഉത്തരവാദിത്വമില്ല. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളും അതിൻ്റെ നിയമങ്ങളും ഒരു കാരണവശാലും അങ്ങാടിയിൽ വെറുതെ നിൽക്കുന്ന ഒരാളെ പിന്നെ ഒരു നിരപരാധിയെ കൊല്ലാൻ ഏതെങ്കിലും നിലയ്ക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ അനുവദിക്കുന്നു? ഒരിക്കലും അനുവദിക്കണില്ല. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ ഇസ്ലാമിക ചിഹ്നങ്ങൾക്കോ അതിൽ ഉത്തരവാദില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇത്തരം പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുന്ന ചെയ്യണമെന്നതിലുപരി ഇസ്ലാമിക ചിഹ്നങ്ങൾ എല്ലാവരും പാലിക്കുക. എല്ലാവർക്കും താടി ഉണ്ടെങ്കിൽ പിന്നെ താടി എങ്ങനെ തീവ്രവാദത്തിന് ചിഹ്നമാകും? എല്ലാവരും മഫ്തയിട്ടാൽ മഫ്ത എങ്ങനെ തീവ്രവാദത്തിന്റെ ചിഹ്നമാകും? എല്ലാവരും വസ്ത്രം നെരിയാണിക്ക് മേലെ ഉടുത്താൽ നെരിയാണിക്ക് മേലെ വസ്ത്രം ഉടുക്കുന്നവൻ എങ്ങനെ തീവ്രതയുടെ ചിഹ്നമാകും? അതുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങൾ നമ്മളെല്ലാവരും ജനകീയമായി പാലിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആരോപണങ്ങൾക്ക് വളം വെക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൂടി നമ്മൾ സൂക്ഷ്മത പുലർത്തണം. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ശ്രദ്ധയും ജാഗ്രതയും നമുക്കുണ്ടാവേണ്ടതുണ്ട്. ദീനിനോട് ശരിയായി പ്രതിബദ്ധത പുലർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് തീ പുറത്തു മാപ്പാക്കി തരുന്ന റഹ്മാനെ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്ത ആളുകളുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തീർത്തു കൊടുക്കണം. എല്ലാ രോഗങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമെന്നാണ്. ഞങ്ങളുടെ ബന്ധുക്കളിലും കുടുംബങ്ങളിലും രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകൾക്ക് നീ സമാധാനവും രോഗശാന്തിയും നീ പ്രദാനം ചെയ്യണമെന്നാണ്. സാമ്പത്തിക രംഗത്തും രോഗപരമായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളിലും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ വഫ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ